ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ബെയർ അനാട്ടമി എന്ന ബ്രാൻഡിന്റെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂവിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ബെയർ അനാട്ടമി എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ ഷാമ്പൂ, കണ്ടീഷണർ, മാസ്ക് അത് പല വേരിയന്റിലൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ റിവ്യൂ ഒക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഹൈപ്പ് കണ്ട് റിവ്യൂ കണ്ടുമാണ് ഞാൻ ഈ ബ്രാൻഡ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അതിൻ്റെ ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നത് അവരുടെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അത് ഫ്രിസ് കൺട്രോളിനുള്ളതാണ്. അപ്പോൾ അത് വാങ്ങി ഞാൻ യൂസ് ആക്കിയതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ വാങ്ങുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഓൾ ഹെയർ ടൈപ്പിന് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് സാലിസിലിക് ആസിഡും ബയോട്ടിനൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് വന്ന് 250 ml ആണ് ഇതുള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്ന് 545 രൂപയാണ്. ഞാനിത് ഓഫറിൽ വാങ്ങിയത് 399 രൂപ, 400 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഇവർ പറയുന്നത് ഡ്രൈ, ഫ്രിസി ആൻഡ് ഓയിലി സ്കാൽപ്പിനൊക്കെ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഓൾ ഹെയർ ടൈപ്പിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ഈ ഷാമ്പുവിനെ കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് ഈ ഷാമ്പുവിനെ കുറിച്ച് പോസിറ്റീവ്സ് പറയാം. എനിക്ക് ഈ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഷാമ്പു വാങ്ങാൻ കാരണം. ഞാൻ ഈ ഷാമ്പു വാങ്ങി ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ താരൻ എനിക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചൊറിച്ചിലും അങ്ങനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഡാൻഡ്രഫ് ഷാമ്പു വാങ്ങിയത്. ഇത് വാങ്ങി യൂസ് ചെയ്ത് 1 വീക്കിൽ തന്നെ എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കാണാൻ തുടങ്ങി കേട്ടോ. ഒരു 2 വീക്കൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ ഫുള്ളി എൻ്റെ പിന്നെ താരനെല്ലാം നല്ല രീതിയിൽ റിമൂവായി, ആ ചൊറിച്ചിലും എല്ലാം മാറി, തീർത്തും നല്ല രീതിയിൽ മാറി കേട്ടോ. ഞാൻ സാധാരണ ഷാമ്പു യൂസ് ചെയ്യുന്നത് വീക്കിലി 3 പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഹെയർ ഷാമ്പു വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് ഒരാഴ്ചയായപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് ഇത് റിമൂവ് ആയി കേട്ടോ. ഞാനൊരു 3 മന്ത് നല്ല രീതിയിൽ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വിട്ടുവിട്ടൊന്നുമല്ല, കണ്ടിന്യൂസ്ലി ഈ ഷാമ്പു തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്ന രീതിയിലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ആ രീതിയിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര തന്നെ നല്ല താരനുള്ളവരാണെങ്കിലും ഈ പുറ്റടിച്ചിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അത്രമാത്രം താരനുള്ളവർക്ക് തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 15 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ഒരുവിധം നല്ല രീതിയിൽ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതുപോലെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എത്ര തന്നെ താരനുള്ളവർക്കും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ മേജർ പോസിറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാനിത് 3 മന്ത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇത് പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ഇനി ഇത്രയത്തോളം ഇതുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് കുറെ കാലം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കാണും. ഇത് കുറച്ചെടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ ഹെയർ വാഷ് ചെയ്യുന്നത് ഡബിൾ ക്ലെൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ സാധാരണ നമ്മൾ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് ഊറ്റിയിട്ട് ഡയറക്റ്റ് ഷാമ്പു അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പു മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഇത് വെച്ചൊന്ന് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് വെള്ളം ഊറ്റി നല്ല രീതിയിൽ ഇതൊക്കെ റിമൂവ് ആക്കിയതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി വാഷ് ചെയ്യും. അങ്ങനെ ഡബിൾ ക്ലെൻസ് ആണ് ഞാൻ സാധാരണ ഷാമ്പു വാഷ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഡേർട്ടും ഓയിലും ഒക്കെ നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് റിമൂവ് ആവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കൂടുതലായിട്ട് ഈ താരനൊക്കെ ഉള്ളവർക്കും ഓയിലൊക്കെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചിങ്ങോ അങ്ങനെ ബുദ്ധിമുട്ടോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഡാൻഡ്രഫ് ഉള്ളവരോ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ എനിക്ക് വർക്ക് ആയ കാര്യം കേട്ടോ. നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുന്നെന്ന് വെച്ച് ഷാമ്പൂവിൻ്റെ അളവൊന്നും കൂട്ടണ്ട. നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി എന്തോരം ഷാമ്പു ആണോ എടുക്കുന്നത്, നമ്മുടെ ഹെയറിനനുസരിച്ചല്ലേ നമ്മൾ ഷാമ്പു എടുക്കുന്നത്, അത് തന്നെ ഒരു വെള്ളത്തിലേക്ക് ആ ക്വാണ്ടിറ്റി തന്നെ മിക്സ് ചെയ്തിട്ട് 2 പ്രാവശ്യം വാഷ് ചെയ്താൽ മതി കേട്ടോ. ഒന്നും പറഞ്ഞ് ഡബിൾ ക്ലെൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഷാമ്പൂവിൻ്റെ അളവൊന്നും കൂട്ടണ്ട. ഇത് പിന്നെ കുറച്ചെടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ആണെങ്കിൽ തന്നെ നല്ലൊരു തൃപ്തി ഉണ്ടാകും. ചില ഷാമ്പു വെച്ച് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ക്ലീൻ ആകാത്ത പോലെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല, നല്ല രീതിയിൽ സ്കാൽപ്പ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആവുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇത് വെച്ച് ഹെയർ വാഷ് ചെയ്യുമ്പോൾ തോന്നുന്നത്. ഇത് വന്നാൽ ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ക്യാപ്പാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഓപ്പൺ ആവും. എന്നിട്ട് ഇതിൽ കൂടെ ഷാമ്പു വരിക കേട്ടോ.
ദേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ്. സ്മെല്ല് എന്തിൻ്റെ സ്മെല്ലാന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. എന്നാലും എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല, ഒരു സുഖമില്ലാത്ത സ്മെല്ല്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ കുത്തുന്ന പോലത്തെ സ്മെല്ലും അങ്ങനെ ഹാർഡ് സ്മെല്ലൊന്നും അല്ല, പക്ഷെ എന്നിരുന്നാലും എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സ്മെല്ലിങ്ങനെ നമുക്ക് സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ എങ്കിലും ഇത് കയ്യിലെടുത്ത് അപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ 3 month ആയിട്ട് കണ്ടിന്യൂസ് ഈ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് താരൻ കാരണം ഞാനിത് വാങ്ങി യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഈ താരൻ എന്ന് പറയുന്ന സാധനം നേരത്തെ ഉള്ളതൊന്നും അല്ല, ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ കറണ്ടി വന്നതാട്ടോ ഇങ്ങനെ താരന്. അതായത് ഞാൻ തണുപ്പൊക്കെ ആയപ്പം എനിക്ക് അലർജിയുടെ ഇഷ്യൂവും ശ്വാസമുട്ടലും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെയർ വാഷിൻ്റെ ഇടവേളകൾ കുറഞ്ഞപ്പം അങ്ങനെ വന്നതാണ് എനിക്ക് താരൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വീക്കിലി 2 പ്രാവശ്യം 3 പ്രാവശ്യം വാഷ് ചെയ്യുന്ന 4 ദിവസം 5 ദിവസം അങ്ങനെയൊക്കെ ഗ്യാപ്പ് വന്നപ്പം അങ്ങനെ വന്നുപെട്ട ഇഷ്യൂ ആണ് എനിക്ക് താരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ താരൻ വന്നപ്പോഴാണ് ഇത് വാങ്ങി യൂസ് ആക്കിയത്. അങ്ങനെ വാങ്ങി യൂസ് ആക്കി 3 month കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ആക്കി. അപ്പോഴത്തേക്ക് എൻ്റെ താരനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ നല്ല രീതിയിൽ മാറി. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ചും കൂടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാമല്ലോ, പെട്ടെന്ന് പിന്നെയും വന്നാലോ, അങ്ങനെ ഓർത്ത് ഞാൻ കണ്ടിന്യൂസ്ലി അങ്ങനെ 3 month ഉപയോഗിച്ചു. കുറഞ്ഞിട്ടും പിന്നെയും ഇത് തന്നെ ഞാൻ യൂസ് ചെയ്ത് ഏതായാലും ഈ ബോട്ടിൽ വാങ്ങിയതല്ലേ അത് തീരട്ടെ എന്ന് കരുതി അങ്ങനെ തന്നെ ഇത് വാഷ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തി. അങ്ങനെ നിർത്തി. പിന്നെ നിർത്തി ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ദേ കിടക്കുന്നു, പോയ താരം പിന്നെയും വന്നു. അതാണ് ഈ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. നിർത്തി വെച്ചപ്പോൾ വീണ്ടും റിപ്പീറ്റ് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തിയല്ലോ, ഞാൻ നിർത്തി. അങ്ങനെ 15 ദിവസം ഉപയോഗിക്കാതിരുന്നപ്പോഴത്തേക്കും ഒരു 12 ദിവസമൊക്കെ ആയപ്പോഴേ നല്ല രീതി പിന്നെയും വിസിബിളായിട്ട് താരം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഈ ബോട്ടിൽ ബാക്കിയുണ്ടല്ലോ, അപ്പം ഞാൻ വീണ്ടും ഒരാഴ്ച വാഷ് ചെയ്ത് നോക്കാം, എന്നിട്ട് പിന്നെയും ഒന്ന് നിർത്തി നോക്കാം, അപ്പം എങ്ങനെയാണെന്ന് നോക്കാമെന്ന് ഓർത്ത്. ഇനിയിപ്പം ചിലപ്പോൾ ബൈ ചാൻസ് വന്നതാണല്ലോ അങ്ങനെ വല്ലതും കരുതി വീണ്ടും ഞാൻ ഈ ഷാമ്പു എടുത്ത് പിന്നെയും യൂസാക്കി ഒരു 1 വീക്ക് ഉപയോഗിച്ചു. ഒരു 1 വീക്കല്ല, അതിൽ കൂടുതൽ 8-9 ദിവസം മേലെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് പിന്നെയും അപ്പോൾ ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴേ വന്ന താരം പെട്ടെന്ന് അങ്ങ് പോയിട്ട് വാഷ് ചെയ്തപ്പം. അങ്ങനെ വാഷ് ചെയ്ത് അങ്ങനെ ഒരു 8 ദിവസം 9 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് നോക്കി. സ്റ്റോപ്പ് ചെയ്തപ്പം പിന്നെ ആ പറഞ്ഞ പോലെ ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ഇതേ താരം പിന്നെ റിപ്പീറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ പ്രൊഡക്റ്റ് വൈസ് നല്ലതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സഡൻലി നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് വരാതിരുന്നാൽ നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഇതുണ്ടോയെന്നും എനിക്കറിയില്ല, ഇനി എൻ്റെ മാത്രം ഇഷ്യൂ ആണോയെന്നും എനിക്കറിയില്ല. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ, അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതിന് നല്ലതൊക്കെ ആയിട്ടോ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടത്. പക്ഷേ എനിക്കിങ്ങനെ ഇത് വന്നത് കേട്ടോ. യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്, പക്ഷെ നിർത്തി കഴിയുമ്പം വീണ്ടും തദൈവ. ബെയർ അനാട്ടമി എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ലതാണെന്നാണ് കേട്ടെ, എല്ലാവരും നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ യൂസ് ആക്കുന്നില്ല, നിർത്തി. കാരണം ഉപയോഗിക്കുമ്പോൾ വരും, പിന്നെയും നിർത്തിക്കഴിയുമ്പോൾ വരാനാണ്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഉപയോഗിച്ച് അധികം ആവുന്നതിന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് നല്ല ഒരു ബ്രാൻഡും വീണ്ടും താരം വരാതിരുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് സത്യത്തിൽ പറയുകയാണ് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ നല്ല രീതിയിൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ കാണും. ഈ പ്രൈസിന് നമുക്ക് വർത്താ. കാരണം ഇത്രയും നാൾ നമുക്ക് ഉപയോഗിക്കാൻ കാണും. കുറച്ചെടുത്താൽ മതി, നല്ല രീതിയിൽ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട്. നല്ല പിന്നെ മണം മാത്രം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളൂ. പിന്നെ മണത്തിൽ കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിപ്പീറ്റ് വരുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ താരൻ എന്ന് പറയുന്ന സാധനം ഒരു ഷാമ്പു കൊണ്ട് മാറുമോയെന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് അങ്ങനെ കണ്ട് ഞാനും വാങ്ങിയതാ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള താരനൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പിന്നെയും വരുമെന്ന് പറയാം. ഇതെനിക്ക് ഇടക്കാലം കൊണ്ട് വന്ന താരനല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് മാറിയില്ല കേട്ടോ. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അനുഭവം കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് താരം മാറുമെന്ന് കരുതി ആരും വാങ്ങണ്ട, എൻ്റെ ഒരു അഭിപ്രായത്തിലാട്ടോ.
എനിക്കിതൊരു താരനുള്ള സൊല്യൂഷനായിട്ട് തോന്നുന്നില്ല ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബേസിൽ. ഇനി ആർക്കൊക്കെ വർക്കായി ആർക്കൊക്കെ വർക്കായില്ലെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ. ഇതാണ് ബെയർ അനാട്ടമി എന്ന് പറഞ്ഞ ഈ പിന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവിനെ കുറിച്ച് എൻ്റെ റിവ്യൂ കേട്ടോ. ഞാനിവിടെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഹൈപ്പിൽ ക്ലിക്ക് ചെയ്യണേ. അത് ഞങ്ങളെപ്പോലുള്ള കൊച്ചു യൂട്യൂബേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.